ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് പോലെ ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവരെ നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാതെ തന്നെ നമ്മുടെ വാട്സപ്പ് കോളിലേക്ക് ക്ഷണിക്കാൻ സഹായിക്കുന്ന വാട്സപ്പിലെ ഒരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഗൂഗിൾ മീറ്റിലും സൂമിലുമൊക്കെ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് പല സുഹൃത്തുക്കളെയും നമ്മുടെ കോൾ കോൺഫറൻസിലേക്ക് കൊണ്ടുവരാറില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിനകത്തും ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവരെയൊക്കെ നമ്മുടെ വാട്സപ്പ് കോളിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ വീഡിയോ കോൺഫറൻസ് ആയാലും ഓഡിയോ കോൺഫറൻസ് ആയാലും ലിങ്ക് ജനറേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വേണമെങ്കിൽ ഒരാളെ, അല്ലെങ്കിൽ നമുക്ക് 31 പേരെ വേണമെങ്കിലും ഈ കോൺഫറൻസ് കോളിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യാതെ തന്നെ ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വാട്സപ്പ് കോളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. വാട്സപ്പിലെ ഈ ഒരു ഫീച്ചർ പലർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോൾ ബട്ടൺ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ആ കോൾ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു കോൾ ബട്ടൺ കാണാം, ഒരു പ്ലസ് സഹിതം. ജസ്റ്റ് ആ ഗ്രീൻ കോൾ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കോൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇതുപോലെ ജനറേറ്റ് ആയി കിട്ടും. ഇത് കോൾ ടൈപ്പ് വീഡിയോ ആണ്, അതായത് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ആൾക്കാരെ ക്ഷണിക്കേണ്ട ഓപ്ഷനാണ് ഇത്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഡിയോ കോളാണ് വേണ്ടെങ്കിൽ ഇതുപോലെ ഓഡിയോ കോൾ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ലിങ്ക് ജനറേറ്റ് ആവും. അത് നമുക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഷെയർ ചെയ്യാം. അല്ല നമുക്ക് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ കോപ്പി ലിങ്ക് ആണ് ചെയ്യുന്നത്. ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിലും. ഞാനിപ്പോൾ ആദ്യം വാട്സപ്പിൽ തന്നെ കാണിച്ചു തരാം, അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ആ ലിങ്ക് ഇതുപോലെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെസ്സേജ് കൊടുക്കുക, എത്ര മണിക്കാണ് നിങ്ങളുടെ കോളിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോളിലേക്ക് അവർ ജോയിൻ ആയിക്കോളും. ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ മെസ്സഞ്ചറിലായാലും കമൻറ്റിലായാലും ആർക്കാണ് അയക്കേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ മെസ്സേജ് കൊടുക്കുക. ഞാനിപ്പോൾ 1 മണിക്ക് ജോയിൻ ചെയ്യാനുള്ള മെസ്സേജ് അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്തിട്ട് അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ പോകേണ്ട ഡയറക്റ്റ് ഓപ്ഷൻ അവർക്ക് വരുന്നതാണ്, ഇതുപോലെ കോൾ ബട്ടൺ സഹിതം. ജസ്റ്റ് അവർ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് കോളിലേക്ക് ജോയിൻ ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ സമയത്ത് ജോയിൻ ആയിരിക്കണം അതിൽ, എങ്കിൽ മാത്രമേ നമ്മുടെ കോളിലേക്ക് അവർ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ജോയിൻ അടിച്ചിട്ട് ആ ലിങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് കാത്തിരിക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ മറ്റേ ആൾ അതുപോലെ തന്നെ ലിങ്കിലോ വാട്സപ്പ് ആയാലും ഫേസ്ബുക്കിലായാലും എന്തിലായാലും അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജോയിൻ ആവാൻ പറയും. അപ്പോൾ ജസ്റ്റ് അവർ ജോയിൻ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കോൾ കണക്റ്റ് ആയിക്കോളും. ഇത് നമുക്ക് 31 ആൾക്കാരെ വരെ ഇതുപോലെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ഇതുപോലെ നമ്മുടെ കോളിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണിത്. ഇത് ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ വാട്സപ്പിൻ്റെ ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് ഇതിനായിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.